ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ ഹസൻ, നിങ്ങളുടെ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് നമ്മൾ എറ്റിക്വറ്റ്സിനെ പറ്റി സംസാരിക്കാം. എറ്റിക്വറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരുപാട് നമ്മളുടെ പ്രവർത്തന രീതികൾ. നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയാൽ നമ്മളെങ്ങനെ ഇരിക്കണം, നമ്മളെങ്ങനെ പെരുമാറണം, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ എങ്ങനെ ആയിരിക്കണം, നമ്മൾ പൊതുപരിപാടി പോയാൽ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്നോട് പണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ വളരെ ക്ലിയറായിട്ട് ഇപ്പോൾ ഈ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അത് വെച്ച് കഴിക്കുമ്പോൾ ഞാൻ സൗണ്ടില്ലാതെ വളരെ ക്ലിയറായിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാം. പക്ഷേ എൻ്റെ വൈഫും പിള്ളേരും ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അവർ സൗണ്ട് ഉണ്ടാക്കും, അതെനിക്ക് ഭയങ്കര നോയ്സൻസാണ്, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന എക്സാമ്പിളാണ്, ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ഫോണിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്യുക, അല്ലെങ്കിൽ കാല് കയറ്റി വെക്കുക. ഇതിൽ അക്സെപ്റ്റബിൾ ആയതും അക്സെപ്റ്റബിൾ അല്ലാത്തതും കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ തിയേറ്ററിൽ ഇരിക്കുകയാണ്, അയാൾ ഫോൺ സൈലൻ്റ് ആക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യും? മറവി മനുഷ്യ സഹജമല്ലേ, അങ്ങനെ സംഭവിക്കൂലേ? അപ്പോൾ ഫോൺ അടിക്കൂലേ? ഇനി അങ്ങനെ ഫോൺ അടിച്ചപ്പോൾ ഒരാൾ ഭയങ്കര എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു മരണവാർത്തയോ അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുന്നത്, അതൊക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യരാകുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളുടെ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മളൊരു പരിധിവരെ ബാധിക്കും. ഒരു ബ്ലോക്കിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആ ബ്ലോക്ക് ഉണ്ടാക്കിയത് നിങ്ങളാണോ? പക്ഷേ ആ ബ്ലോക്കിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾ സഹിക്കുന്നില്ലേ? അവ ഇങ്ങനെ നിങ്ങളെ ബാധിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ കുറേ ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടല്ലോ. ഈ ആളുകളൊക്കെ നാട്ടിലുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കാനും വൈബ് സ്പോട്ടുകൾ കിട്ടുന്നതും അടിപൊളി ആസ്വാദന മേഖലകൾ ഉണ്ടാകുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. എന്നാൽ അതൊക്കെ നിങ്ങൾ ആസ്വദിക്കുകയും നിങ്ങൾക്ക് പറ്റാത്തതൊന്നും എനിക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും അക്സെപ്റ്റബിൾ അല്ലാത്തതുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലുള്ള ആൾ കാല് കയറ്റി നമ്മളുടെ തലേൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചാൽ അത് അക്സെപ്റ്റബിൾ അല്ല. നേരെ മറിച്ച് ഫോണിൻ്റെ കേസിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഓരോ മൊമെൻറ്റുകൾ, ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരാൾ മുന്നിലുള്ള ആൾ ഫോൺ വിളിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്, മെല്ലെ ഓടിക്കുന്നുള്ളൂ. അയാൾ ചിലപ്പോൾ എന്തോ ഒരു സീരിയസ് കാര്യം സംസാരിക്കുകയാണെങ്കിലോ നമുക്ക് ഉടനെ ദേഷ്യം വരാൻ, ഫോൺ വിളിച്ച് മെല്ലെ പോകുന്നത് സൈഡിൽ പോയിക്കൂടെ അല്ലെങ്കിൽ സൈഡാക്കി കൂടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. അയാളൊരു ഇമ്പോർട്ടൻ്റ് എമർജൻസി കാര്യമാണ് സംസാരിക്കുന്നതെങ്കിലോ അങ്ങനെ ഉണ്ടാവാലോ. എന്നാൽ നേരെ മറിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ തന്നെ വെറുതെ ഫോണിൽ ഇങ്ങനെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോടൊക്കെ കത്തിയടിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ആളുകൾക്ക് ന്യൂസൻസ് ഉണ്ടാക്കുന്നുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതിനൊരു എന്താ പറയുക, കട്ട് ആൻഡ് റൈറ്റായിട്ട് നമുക്ക് ഇതിൽ പറയാൻ കഴിയില്ല. എന്താണോ അപ്പത്തെ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് നമ്മളവിടെ പുലർത്തേണ്ടത്. എപ്പോഴും മാനുഷികമായ നമ്മളുടെ വാല്യൂസ് മുൻനിർത്തി മാത്രം നമ്മൾ പെരുമാറണം. ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരെ സഹിക്കാൻ കഴിയാതെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതെനിക്ക് ഭയങ്കര ന്യൂയിസൻസ് ആവുന്നുണ്ട്, ഞാൻ അവരോട് ദേഷ്യം പിടിക്കുന്നുണ്ട്, അവിടെ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. കഴിവതും അതൊക്കെ സൈക്കോളജിക്കലി നമുക്ക് കൗൺസിലിങ്ങിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൊന്നും നിൽക്കാതെ വരുമ്പോൾ മാത്രമേ മെഡിസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അത്തരം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും അതൊരു പരിധി കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരും. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മളെ ഹെൽപ്പ് തേടണം. ഇനി അങ്ങനെയല്ല നമ്മളെ പാർട്ട്നേഴ്സിലാണുള്ളതെങ്കിൽ അത് നമ്മളവിടെ നല്ല രൂപത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം. നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തുകയും എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും ഒരു അനുകമ്പ പുലർത്തിക്കൂടെ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ശരിയാണ്, കറക്റ്റാണ്, പക്ഷേ ഇവർക്കിതൊന്നും അറിയില്ലല്ലോ. അറിയാത്ത ഒരാളുടെ അറിവില്ലായ്മയോട് നമുക്ക് ഒരു അനുകമ്പ പുലർത്താമല്ലോ, അവരെ നമുക്ക് പഠിപ്പിക്കാമല്ലോ നല്ല രൂപത്തിൽ. അങ്ങനെ ചെയ്തോടെ? അങ്ങനെ ചെയ്യുമ്പോൾ ആളും ചിന്തിക്കണം, ശരിയാണല്ലോ, അങ്ങനെ നമുക്ക് ചിന്തിച്ച് നോക്കാമല്ലോ. ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാത്രം ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് എല്ലാവർക്കും അറിയണം എന്ന് ഞാൻ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പേഴ്സ്പെക്റ്റീവ് ചിന്തകളിൽ കോഗ്നിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിനൊക്കെ മാറ്റാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.